വെൽക്കം ടു മൈ ചാനൽ. ഈ സീരീസിൽ നമ്മുടെ പോളി സിലബസിലെ മൊഡ്യൂൾ 2-ലെ ഡി സെക്ഷൻ, ദാറ്റ് ഈസ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് ആണ് നോക്കുന്നത്. സോ ഇവിടെ ബേസിക്കലി ഫസ്റ്റ് പറയുന്നത് റിവ്യൂ ആണ്. അതായത് ഇലക്ട്രിക് കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പവർ, EMF, റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ലോസ്, ഓംസ് ലോ, സീരീസ് പാരലൽ സർക്യൂട്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ റിവ്യൂ ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ സെക്കൻഡ് മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ്. അതായത് ഡിവിഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ് ഇൻ എ പാരലൽ ആൻഡ് സീരീസ് സർക്യൂട്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ്, യൂണിറ്റ്സ്, പിന്നെ സൊല്യൂഷൻ ഓഫ് DC സർക്യൂട്ട് വിത്ത് കാൽക്കുലേഷൻ ഓഫ് എനർജി കൺസപ്ഷൻ. ഇതാണ് സെക്കൻഡ് മെയിൻ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ തേർഡ് വരുന്നത് സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ്, പോലെ AC സർക്യൂട്ട്സ്, ബേസിക് ആയിട്ടുള്ള AC സർക്യൂട്ട്സ് വിത്ത് RL, C. പിന്നെ സിമ്പിൾ സൊല്യൂഷൻ ഓഫ് ടിപ്പിക്കൽ AC സർക്യൂട്ട് വിത്ത് റെസിസ്റ്റൻസ്, ഇംപിഡൻസ്, പവർ ആൻഡ് പവർ ഫാക്ടർ. അത് തേർഡ് മെയിൻ ടോപ്പിക്. പിന്നെ ഫോർത്ത് വരുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓഫ് ആൻ ഇൻസ്റ്റലേഷൻ. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 2D സെക്ഷന്റെ സിലബസ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരുപാട് തിയറി എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് പഠിക്കാൻ പറ്റുക. സോ ഇതിൽ അധികവും ഞാൻ പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. തിയറി ആയിട്ട് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വേണമെന്ന് തോന്നുന്ന ടോപ്പിക്സിന് മാത്രമേ തിയറി എടുക്കുന്നുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പ്രോബ്ലംസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും പോവുക. പല പാർട്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ എല്ലാ പാർട്സും കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലും നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സിലും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. First question, how many columns of charge flow through a circuit carrying a current of 10 amperes in 1 minute? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കറണ്ട് തന്നിട്ടുണ്ട്. I equal to 10 ആംപിയർ ആണ് നമ്മുടെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇത്രയും 10 ആംപിയർ കറണ്ട് 1 മിനിറ്റ് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കുളംസ് ഓഫ് ചാർജ് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്തിട്ടുണ്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ലെറ്റ് ഇറ്റ് ബി ക്യൂ. ക്യൂ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, കറണ്ട് എന്ന് വെച്ചാൽ എന്താ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട്. സോ ഐൻ്റെ ഇക്വേഷൻ I ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. ടി ടൈമിൽ എത്ര കുളംസ് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിൻ്റെ വാല്യൂ ആണ് കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യൂവിൻ്റെ യൂണിറ്റ് കുളംസും ടീൻ്റെ യൂണിറ്റ് സെക്കൻഡ്സും ആണ്. ഫസ്റ്റ് നമ്മുടെ യൂണിറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. I ഈക്വൽ ടു 10 ആംപിയർ ആണ്. ഐൻ്റെ വാല്യൂ ആംപിയേഴ്സോ അല്ലെങ്കിൽ കുളം പെർ സെക്കൻഡ് ആണ് ഉണ്ടാവുക. സോ I ഈക്വൽ ടു 10 ആംപിയർ, ദാറ്റ്സ് ഫൈൻ. T ഈക്വൽ ടു 1 മിനിറ്റ്. T എന്തിൻ്റെ യൂണിറ്റിലുള്ള വേണ്ടത്? ശരിക്കും സെക്കൻഡ് ആണ്. സോ T ഈക്വൽ ടു 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. സോ ഫസ്റ്റ് കൺവേർഷൻ ചെയ്യാം. ഇനി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ വാല്യൂ 10 ആണ്. ക്യൂവിൻ്റെ വാല്യൂ അറിയില്ല. ടൈമിൻ്റെ വാല്യൂ 60. സോ ക്യൂ ഈക്വൽ ടു 600 കുളംസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഇതാണ് നമ്മുടെ ആൻസർ. ഇന്ന് ചിലപ്പം എത്ര ഇലക്ട്രോൺസ് ആണ് പാസ് ചെയ്യാന്ന് ചിലപ്പം ചോദിക്കാം. ടോട്ടൽ ചാർജ് എന്ന് വെച്ചാൽ എന്താണ്? എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ചാർജ് അല്ലേ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? 1 ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? 1.6 ഇൻറ്റു 10 ടു ദ പവർ -19 ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. സോ എത്ര എണ്ണം ഉണ്ടോ ഇൻറ്റു n ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ ചാർജ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ n ഈക്വൽ ടു ക്യൂ ബൈ 1.6 ഇൻറ്റു 10 ടു ദ പവർ -19 ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, resistivity of the conductor depends on A, area of conductor, B, length of conductor, C, type of material, D, none of these.
ഫസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷനാണ് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? റോ ഈക്വൽ ടു ആർ എ ബൈ എൽ എടുക്കും. അപ്പം ഇവിടെ എന്തിനൊക്കെ റിലേറ്റഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും? ഏരിയയും ലെങ്ത്തും അല്ലേ? പക്ഷെ അത് തെറ്റാണ്. ഇത് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ചോദിച്ചാൽ അവിടെ ലെങ്ത്തും ഏരിയയും വരും. പക്ഷെ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ ലെങ്ത്തും ഏരിയയും ഇല്ല. കാരണം ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ ക്യൂബ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് യൂണിറ്റ് വോളിയം. ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ മെറ്റീരിയൽ ക്യൂബ് ഫോം ചെയ്തിട്ട് ക്യൂബ് ഓഫ് യൂണിറ്റ് വോളിയം ഫോം ചെയ്യും. ക്യൂബ് ഓഫ് യൂണിറ്റ് വോളിയം. ക്യൂബ് ഓഫ് യൂണിറ്റ് വോളിയം ഫോം ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫേസസ് തമ്മിൽ ഉള്ള റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ക്യൂബ് അല്ലേ? ഇങ്ങനെ ഒരു ക്യൂബ് നമ്മൾ ഫോം ചെയ്തിട്ട് ഏതെങ്കിലും രണ്ട് ഫേസസ്, സപ്പോസ് ഈ ഫേസും ഈ രണ്ട് ഫേസസ് തമ്മിലുള്ള റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ലെങ്തോ ഏരിയയോ എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. കാരണം ഇവിടെ എല്ലാം സെയിം ആയിരിക്കില്ല. ഏതൊരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഡയമെൻഷൻസ് ഒന്നും അവിടെ മാറ്റർ അല്ല. കാരണം ഡയമെൻഷൻസ് എല്ലാം സെയിം ആണ് അല്ലേ? യൂണിറ്റ് വോളിയാണ്. ആകെ എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക? ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ. സോ റെസിസ്റ്റിവിറ്റീൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടി ആണ്. എം മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, ടി റിലാക്സേഷൻ ടൈം ആണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് ഡയമീറ്റർ d and length L is R ohm. If the diameter of the conductor is half and its length is double, the resistance will be. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആദ്യം എന്താ നോക്കാം. ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. സോ ഇനി ന്യൂ ഡയമെൻഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ലെങ്ത് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ലെങ്ത് ഈസ് ഡബിൾ. സോ ന്യൂ ലെങ്ത് എൽ ഡാഷ് ഈക്വൽ ടു 2L. ഇനി ന്യൂ ഡയമീറ്റർ ഡി ഡാഷ് ഈക്വൽ ടു d ബൈ 2. ഡയമീറ്റർ ഹാഫ് ആകുമ്പോൾ ന്യൂ റേഡിയസ് എന്തായിരിക്കും? R ബൈ 2 ആണ്. എല്ലാവർക്കും അറിയാം റേഡിയസ് എന്താണ്? ഹാഫ് ഓഫ് ഡയമീറ്റർ ആണ് അല്ലേ? സോ ഇങ്ങനെ വേരി ചെയ്യും. സോ ന്യൂ റെസിസ്റ്റൻസ് നോക്കാം. ന്യൂ റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡാഷ് ബൈ എ ഡാഷ്. റോ വേരി ചെയ്യോ? ഇല്ല. റോ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ലെങ്ത്തും ഏരിയ ആണ്, അവിടുത്തെ ഡയമെൻഷൻസ് ആണ് വേരി ആവുന്നത്. ഈക്വൽ ടു റോ ഇൻറ്റു ലെങ്ത് എന്താണ്? എൽ ഡാഷ് റീപ്ലേസ് ചെയ്യുക 2L ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്താ വരുന്നത്? പൈ ആർ സ്ക്വയർ ആണ്. കാരണം നമ്മുടെ കണ്ടക്ടർ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. സോ ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. ഇപ്പം ന്യൂ ഏരിയ എന്താണ്? പൈ ആർ ഡാഷ് സ്ക്വയർ ആണ് അല്ലേ? ആർ ഡാഷിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആർ ഡാഷ് എന്താ? R ബൈ 2 ആണ്. സോ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ് അല്ലേ? സോ ഈ ന്യൂമറേറ്ററിനെ എ വെച്ച് റീപ്ലേസ് ചെയ്യുക. എ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇവിടെ എ ഡാഷിനെ എ ബൈ 4 വെച്ച് റീപ്ലേസ് ചെയ്യുക. എ ബൈ 4 ഈക്വൽ ടു റോ എൽ ബൈ എ ഇൻറ്റു 2 ഇൻറ്റു 4 ന്യൂമറേറ്ററിലേക്ക് പോവും. ദാറ്റ് ഈസ് 8.
ഈ റോ എൽ ബൈ എന്താണ്, നമ്മുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് ആണ്. സോ 8R ohms. So answer is D. So fourth question, calculate the power in the 20 ohm resistance. Options തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സർക്യൂട്ട് ഒരു 200 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ സർക്യൂട്ടാണിത്. അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റെസിസ്റ്ററിൻ്റെ പവർ ഡിസിപ്പേഷൻ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പവർ കാണാനുള്ള ഇക്വേഷൻ P ഈക്വൽ ടു V ഇൻറ്റു I അല്ലെങ്കിൽ V സ്ക്വയർ ബൈ R അല്ലെങ്കിൽ I സ്ക്വയർ R. ഇതേത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ 200 വോൾട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഈ 20 ഓമിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടാണ് ഉണ്ടാവുക? ഈ എൻറ്റയർ 200 വോൾട്ട് ഈ 20 ഓമിന് അക്രോസ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുക അല്ലേ. എങ്ങനെ പൊളാരിറ്റി ഉണ്ടാവുക? പ്ലസ് മൈനസ് അല്ലല്ല, KVL റൂൾ വെച്ച് ഈ എൻറ്റയർ ലൂപ്പിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. സോ P ഈക്വൽ ടു V സ്ക്വയർ ബൈ R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് എത്രയാ അതിന് അക്രോസ് ഉള്ള 200 ആണ്. പിന്നെ റെസിസ്റ്റൻസ് വാല്യൂ 2000 വാട്ട്സ് എന്ന് കിട്ടും അല്ലേ. ഇത് എത്രയാണ് വരുന്നത്? 2 കിലോവാട്ട്സ്. ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇതിപ്പം സെയിം വേ നിങ്ങൾക്കിപ്പം ഇതിലെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ I എന്താ വരുന്നത്? 200 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 20. സോ കറണ്ട് 10 ആംപിയേഴ്സ് കിട്ടും അല്ലേ. സോ പവർ V ഇൻറ്റു I 200 ഇൻറ്റു 10 ദാറ്റ് ഈസ് 2 കിലോവാട്ട്സ്. അതൊന്നും കിട്ടും. I സ്ക്വയർ R വെച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ആൻസറിന് കിട്ടും. സോ ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾക്ക് ഏതാണോ സിമ്പിൾ എന്ന് തോന്നുന്നത് അത് യൂസ് ചെയ്യും. ഇതിപ്പോൾ നമുക്ക് ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ 200 ബൈ 20 ഈക്വൽ ടു 10. ആ 10 ഇൻറ്റു 200 ചെയ്തിട്ടുണ്ടെങ്കിൽ 2000 കിട്ടും. ഒബ്സർവേഷൻ വെച്ചിട്ട് തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ പവർ അക്രോസ് ഈച്ച് 20 ഓം റെസിസ്റ്റൻസ്. ഈ 20 ഓം റെസിസ്റ്റൻസിലൂടെ ഉള്ള പവർ ഡിസിപ്പേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടെണ്ണത്തിൻ്റെയും അക്രോസ് ഉള്ളത് കാണണം. സോ രണ്ടും ഈക്വൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ. സോ അതിലൂടെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവറും സെയിം ആയിരിക്കും. കാരണം ഇതിന് അക്രോസ് ആയിട്ട് ഒരു 200 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ എല്ലാം സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് ഒരു ഓപ്ഷനും റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും സിമ്പിളായിട്ട് ഇതിന്ന് ഇപ്പം നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. I ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 40 ആണ്. ദാറ്റ് ഈസ് 5 ആംപിയേഴ്സ്. ഇതാണ് നമ്മുടെ കറണ്ട്. അപ്പം ഓരോന്നിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ചാൽ എത്രയാണ്? 5 ആംപിയർ ആണ്. അപ്പം ഏതെങ്കിലും ഒരു റെസിസ്റ്ററിൻ്റെ പവർ ഡിസിപ്പേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അടുത്ത റെസിസ്റ്റൻസിൻ്റെ സെയിം തന്നെയാണ്. അപ്പം P ഈക്വൽ ടു I സ്ക്വയർ R ചെയ്യാം. കാരണം കറണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്താണ്? 25 ഇൻറ്റു 20 ദാറ്റ് ഈസ് 500 watts. So answer is option B. Next question, calculate the power across each 10 ohm resistance. ഇവിടെ രണ്ട് 10 ohm resistance പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് അക്രോസ് ആയിട്ടൊരു 100 വോൾട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഓരോ 10 ഓം റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് കണ്ടാൽ അറിയാം ഈ 10 ഓം ഉണ്ട്, അതിന് പാരലായിട്ട് 100 വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടിനും അക്രോസ് ആയിട്ടുള്ള രണ്ടും ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ സെയിം തന്നെയായിരിക്കും വരിക. ഇപ്പോൾ ഓപ്ഷൻസ് ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിലും സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിവിടെ ഈസി ആയിട്ട് ഈ 10 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ് വരിക? 100 വോൾട്ടാണ് അല്ലേ. ഇതിന് പാരലായിട്ടാണ് 100 വോൾട്ട് ഉള്ളത്. അപ്പോൾ പാരലൽ കമ്പോണൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഒക്കെ സെയിം ആണ്. സോ ഈ 100 വോൾട്ട് തന്നെയാണ് ഇവിടെയും കാണുന്നത് ഉണ്ടാവുക.
സെയിം 100 വോൾട്ട് തന്നെയാണ് ഈ 10 വോൾട്ടിനും അക്രോസ് ആയിട്ട് ഉണ്ടായിരിക്കുക അല്ലേ. സോ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ ഇവിടെ വോൾട്ടേജും ഉണ്ട് റെസിസ്റ്റൻസും ഉണ്ട്. സോ ആ ഇക്വേഷൻ ഉപയോഗിക്കുക, V²/R. ഇതന്നെ ഉപയോഗിക്കണം എന്നില്ല, നിങ്ങൾക്ക് കറണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. V²/R ചെയ്യുക, 100² ഡിവൈഡഡ് ബൈ 10. So 1000 watts, that is 1 kilowatt. സോ രണ്ടും ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ എത്രയാണ്? 1 kilowatts ആണ്. സോ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ എ റെസിസ്റ്റർ ഓഫ് 20 ohms carrying 5 ampere of current in 3 hours. ഇപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട് which have a value of 20 ohms. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 5 ampere ആണ്. കണ്ടിന്യൂസ്ലി ഒരു 3 hours ഇതിലൂടെ ഈ കറണ്ട് ഫ്ലോ ചെയ്യാണ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ മീൻസ് എനർജി, എത്ര എനർജി അത് യൂട്ടിലൈസ് ചെയ്തു, അതാണ് ക്വസ്റ്റ്യൻ. വർക്ക് ഡണ്ണും എനർജിയും സെയിം ആണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവറിൻ്റെ വാല്യൂ എന്താ വരിക? പവർ ഈക്വൽ ടു, ഇവിടെ കറണ്ട് അറിയാം, റെസിസ്റ്റർ അറിയാം. സോ I²R യൂസ് ചെയ്യുക അല്ലേ. ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് അറിയുന്നത്. ഇൻറ്റു ടി, I²5² ഇൻറ്റു R എത്രയാണ്? 20 ഇൻറ്റു ടൈം 3 hours. ഇപ്പം ഈ ഹവേഴ്സ് എന്നുള്ളത് നമ്മൾക്ക് സെക്കൻഡ്സിലേക്ക് ഇപ്പം മാറ്റണ്ട, കാരണം ഇവിടെ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഇവിടെ ഓപ്ഷനിൽ കിലോ വാട്ട് ഹവറും ഉണ്ട് ജൂളും ഉണ്ട്. അപ്പം ഹവറിലാവാനുള്ള ചാൻസും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് ഹവറിനെ അങ്ങനെ തന്നെ വെച്ചിട്ട് ആൻസർ നോക്കുക. എന്നിട്ട് ഈ ആൻസറിൽ എങ്ങാനും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ മാത്രം ആ ഹവേഴ്സിനെ കൺവേർട്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ ഇത് 3 hour ആണ്. ഇതെന്താണ്? ഇത് പവർ ആണ് അല്ലേ. I²R ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്തത്. ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക? വാട്ട്സ് ആണ് അല്ലേ. സോ 25 ഇൻറ്റു 20 ദാറ്റ് ഈസ് 500 ഇൻറ്റു 3 ഇൻറ്റു ഇതിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. ഇവിടെ ഹവേഴ്സിലാണ് ഉള്ളത്, വാട്ട് ഹവർ. സോ 1500 എന്ന് വെച്ചാൽ 1.5 kilowatt hours. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഓപ്ഷനിൽ നോക്കുക. ഓപ്ഷനിൽ അപ്പം സെയിം ആൻസർ ഉണ്ട് അല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്തതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ് ഓഫ് പവർ ഈസ്. പവറിൻ്റെ SI യൂണിറ്റ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. പവർ എപ്പോഴും നമ്മൾ പറയാറുള്ളത് വാട്ട്സ്, കിലോ വാട്ട്സ് ഒക്കെയാണ് അല്ലേ. പക്ഷെ SI യൂണിറ്റ് ഓഫ് പവർ എന്ന് വെച്ചാൽ എന്താ? വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി എന്ന് വെച്ചാൽ പവർ ഇൻറ്റു ടൈം ആണ് അല്ലേ. സോ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഈ എനർജീൻ്റെ SI യൂണിറ്റ് എന്ന് വെച്ചാൽ ജൂൾസ് ആണ്. എനർജി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കിലോ വാട്ട് ഹവറിലാണ് നമുക്ക് ആൻസർ കിട്ടിയത്, പക്ഷേ അതല്ല അതിൻ്റെ SI യൂണിറ്റ്. അതല്ല SI യൂണിറ്റ് എനർജീൻ്റെത് അല്ലെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെത് ജൂൾസ് ആണ്. സോ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. സോ പവറിൻ്റെ SI യൂണിറ്റ് എന്താ? ജൂൾസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുക. A കിലോ വാട്ട് ആണ്, B ജൂൾസ് പെർ സെക്കൻഡ്. സോ ആൻസർ ഈസ് ജൂൾ പെർ സെക്കൻഡ്. ഇത് വാട്ട് സെക്കൻഡ്, ഇത് ജൂൾ പെർ ഹവർ. അപ്പം ഇത് തെറ്റിപ്പോവരുത്. പവറിൻ്റെ SI യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡും എനർജീൻ്റെ SI യൂണിറ്റ് ജൂൾസും ആണ്. നെക്സ്റ്റ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 സർക്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 2 ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ R ഇക്വലന്റ് എന്ന് വെച്ചാൽ 1/R ഇക്വലന്റ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നാണ് അല്ലേ. അതായത് R ഇക്വലന്റ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2.
ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഏതൊക്കെയാണ് 2 × 3 ഡിവൈഡഡ് ബൈ 5 6/5 ആണ് ആൻസർ. സോ 1.2 ഓംസ് ആണ് വരിക. ഈ ഒരു കേസ് എടുക്കുക. രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഇവിടെ R ഇക്വലൻ്റ് രണ്ട് റെസിസ്റ്റൻസ് സെയിം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ജസ്റ്റ് 4/2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 ഓംസ്. സെയിം തന്നെയായിരിക്കും നിങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടുക. 4 × 4 ഡിവൈഡഡ് ബൈ 8. ഇങ്ങനെ സെയിം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയം കളയരുത്, നേരെ 4/2 ചെയ്താൽ മതി. അതുപോലെ തന്നെ സെയിം റെസിസ്റ്റേഴ്സ് 3 റെസിസ്റ്റേഴ്സ് പാരലലി തന്നാൽ നേരെ 3/3 ചെയ്യുക. എത്രയാണോ ആ റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 ഓംസ്. ഇവിടെ ശരിക്കും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1/R ഇക്വലൻ്റ് ഈക്വൽ ടു 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 അല്ലേ? ഇങ്ങനെ വേണം കാൽക്കുലേഷൻ. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്. സോ /3 എഴുതാം. 1 + 1 + 1 ദാറ്റ് ഈസ് 3. സോ 1 കിട്ടും. അപ്പം നേരെ R ഇക്വലൻ്റ് എന്ന് വെച്ചാൽ എന്താ? 1 ഓംസ് കിട്ടും. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴും കിട്ടും. സോ ബട്ട് ഇങ്ങനെ സെയിം റെസിസ്റ്റേഴ്സ് ആണ് പാരലലി കണക്ട് ചെയ്യുന്നതെങ്കിൽ നേരെ ആ റെസിസ്റ്ററുടെ വാല്യൂ എടുക്കുക ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1 ഓംസ്. ഇനി സീരീസ് ആണ് റെസിസ്റ്റേഴ്സ് എങ്കിലോ അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നേരെ സീരീസ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? R ഇക്വലൻ്റ് ഈക്വൽ ടു R1 + R2. എത്ര റെസിസ്റ്റേഴ്സ് ആണോ കണക്ട് ചെയ്തത് അതെല്ലാം ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അതിന് അക്രോസ് ഉള്ള R ഇക്വലൻ്റ് കാണാൻ.